അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. ആരെയും കൊതിപ്പിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു നല്ല നാടൻ പൊതിച്ചോറ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത അസ്വസ്ഥ. അപ്പോൾ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അത് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ റെസിപ്പിയൊന്നും ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും തോരനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ടെല്ലാം നമുക്ക് ഒരു അടിപൊളി പൊതിച്ചോറ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ അരി അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിയലിനുള്ള വെജിറ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ, തോരനില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അവിയലിന് നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, കറി ലീഫ്, അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് വേകാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ. ഇനി അതിനുള്ള അരപ്പ് ഞാനിതാ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിയലിൻ്റെ അരപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പച്ചമുളക്, തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇടുക. തോരനേക്കാളും ഒരല്പം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ അരപ്പെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം അരപ്പിടുക. ഇനി നമുക്ക് ഒരല്പം പച്ചത്തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു അല്പം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് അവിയേറ്റെടുത്താൽ നമ്മുടെ അവിയൽ ഇറക്കാൻ നേരം കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് ഇറക്കിയാൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂബിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിലിട്ട് വെച്ചിട്ട് ഏകദേശം 2-3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പൊതിച്ചോറ് ഉണ്ടെങ്കിൽ ഒരു അച്ചാർ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ച് കടയിൽ നിന്നുള്ളത് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ലൂബിക്ക എടുത്ത് നമ്മളൊന്ന് അച്ചാറിടുക. അപ്പോൾ അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞതെല്ലാം ഇതാ കടുക് വറുത്ത് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മുളക് പൊടി, ബാക്കി ചേരുവകളെല്ലാം ചേർത്തതായി എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാം. ലൂബിക്ക കിട്ടുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായി ഇതാ നമ്മൾ ഉപ്പിലിട്ട ലൂബിക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയാനാണ്, ഒരു രക്ഷയില്ലാത്തൊരു അച്ചാർ തന്നെയാണ്. ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ അച്ചാർ റെഡിയായി. ഇനി നമുക്ക് പൊതിച്ചോറിന് വേണ്ടതാണ് പ്രധാന സംഭവമാണ് ചമ്മന്തി. അപ്പോൾ നമ്മൾ കനലിലിട്ട് മുളക് ചുട്ടെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക രുചിയാണ്. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ചീനച്ചട്ടി നല്ലോണം ചൂടാക്കി എണ്ണ ഒന്നും ചേർക്കാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ഈ കളറി ഒന്ന് ആവുന്നവരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക, കുറഞ്ഞ തീയിലിട്ട്. അപ്പോൾ ആ ഒരു മണം ഫ്ലേവർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പുളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതാ തേങ്ങ, ഒരു 2-3 കറി ലീഫ്, കുറച്ച് മുളക് പൊടി നമ്മൾ ചേർക്കും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരല്പം പച്ച വെളിച്ചെണ്ണ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് അപാരം കേട്ടോ. അതുപോലെ തന്നെ ചമ്മന്തി ഒട്ടും അരഞ്ഞു പോരും, ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത് കേട്ടോ. ഒത്തിരി തരിതരിപ്പായിട്ട് വേണം നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് മാറിപ്പോൾ. അപ്പോൾ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഉരുട്ടി വെച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതാ മീൻ നമ്മൾ വറുക്കാനായിട്ട് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കുരുമുളകൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി മീൻ ഒരു 1-2 മണിക്കൂർ നമ്മൾ മുളകൊക്കെ ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇത് കഴിച്ചപ്പോൾ. അപ്പോൾ ഇതാ അത് മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ട. അപ്പോൾ മുട്ടയ്ക്കുള്ളതും ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം മുട്ടയൊക്കെ കേട്ടോ. അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമന്ന മുളകൊക്കെ ചേർത്ത്, എനിക്കൊക്കെ എൻ്റെയൊക്കെ കൊച്ചിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ എല്ലാം പച്ചമുളകും ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ മുട്ട ഓംലേറ്റ് തയ്യാറാക്കാറുണ്ട്. കൊച്ചുള്ളിയും തേങ്ങയും പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് എടുക്കാറുണ്ട് പല രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് വാഴയില നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്ത വാഴയിലയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ ആ ഇലയിലൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ തൂത്ത് കൊടുക്കുക. അതിന് ശേഷം ഇല വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ വാഴയിലയ്ക്ക് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇലയൊക്കെ വാട്ടിയെടുത്തുള്ള പിന്നെ അടുത്തത് പരിപാടി അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഇത്തിരി നമുക്കൊന്ന് ജോലിപ്പാടാം, പക്ഷെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സന്തോഷം. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ മക്കളൊക്കെ അയ്യോ അമ്മേ ടേസ്റ്റ് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന എന്താ പറയാനോ. അപ്പോൾ ഇതാ ചോറ് ഞാൻ ഇല വാട്ടി ചോറ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ചമ്മന്തി വെച്ചു, അവിയലുണ്ട്, നമ്മുടെ ലൂബിക്ക അച്ചാർ, നമുക്ക് വറുത്ത മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട ഓംപ്ലേറ്റും കൂടെ ആകുമ്പോൾ
പൊതിച്ചോറ് പൂർത്തി. അപ്പോൾ ഒരുപാട് ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു ചമ്മന്തി, ഒരു തോരൻ, ഒരു മുട്ട പൊരിച്ചായാലും പൊതിച്ചോറിന് സൂപ്പറാണ്. അപ്പോൾ ഞാനുള്ളത് കൊണ്ടല്ല ഇതാ എടുത്തിട്ടുണ്ട്. ഇതന്നെ ധാരാളം കേട്ടോ. ഇതുപോലെ ഇല്ലാത്ത എത്രയോ മക്കളുണ്ട്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, അവരെയൊക്കെ ഒന്ന് ഓർക്കണം. എത്ര പേര് അതുപോലെ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ മരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ അതാ നമ്മൾ പൊതിയൊക്കെ ഇതുപോലെ ഒന്ന് കെട്ടി ഒരു 2-2.5 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ട് പൊതി കഴിക്കുമ്പോൾ ഒരു മണം എൻ്റെ ദൈവമേ സഹിക്കാനൊക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ 4 പേർക്കുള്ള പൊതി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിയായി കേട്ടോ. ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ. ആ സമയത്തെടുത്ത വീഡിയോ കേട്ടോ. ഒരു രക്ഷയില്ല. മണം, വാഴയിലേറെ മണം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടാനുള്ള വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. നിങ്ങളത് തയ്യാറാക്കി നോക്കുക. ഞങ്ങൾ നിങ്ങളെ കൊതിപ്പിക്കുകയല്ല കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിഷ്ടമില്ലാത്ത ഒരു മലയാളിയും ഇല്ല അല്ലേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം.